ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, ഉറക്കം നഷ്ടപ്പെടുത്തുന്നതാണ് യഥാർത്ഥ സ്വപ്നം. APJ അബ്ദുൽ കലാം സാറിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു കോട്ട്സ് ആണ് മിസ് പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും അല്ലേ? അപ്പൊ നിങ്ങളുടെ ഇപ്പോൾ ഉറക്കം കെടുത്തുന്ന ഒരു സ്വപ്നം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ USS എക്സാം ആണ് അല്ലേ? നിങ്ങൾ എഴുതാൻ പോകുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ് USS എക്സാം. അപ്പൊ ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ പറ്റിയ, ഏറ്റവും മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കാൻ പറ്റിയ ഒരു ടൈമാണ് ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ മിസ് കുറച്ച് ടിപ്സ് ഒക്കെ പറഞ്ഞുതരാം. എങ്ങനെയൊക്കെ പഠിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എക്സാം ഹാളിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത് എന്നെല്ലാം മിസ് പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, പഠിക്കുന്ന സമയത്ത് ഒരു ടൈം ടേബിൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ ശ്രമിച്ചാൽ ഏറ്റവും നല്ലതായിരിക്കും. നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ടൈമുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു ടൈം ടേബിൾ ആയിട്ട് ഉണ്ടാക്കുക, അത് ഫോളോ ചെയ്യുക. അത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊക്കെ എന്ത് ചെയ്യാം, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് സ്റ്റഡി ചെയ്യാം. അത് കഴിഞ്ഞ് എക്സാം ഹാളിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഹാൾ ടിക്കറ്റിന്റെ കാര്യം. നിങ്ങൾ എന്ത് ചെയ്യുക, തലേനാൾ തന്നെ മാക്സിമം എന്ത് ചെയ്യുക, ബാഗിൽ ഹാൾ ടിക്കറ്റ് സെറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അതൊന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ്, ആ ഒരു കടമ്പ ഏകദേശം കഴിഞ്ഞു. ഇനി അടുത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻസ്ട്രക്ഷൻസ് നന്നായിട്ട് വായിക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ടാവും. അത് മൊത്തം വായിച്ച് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കേസ് നിങ്ങൾ നോക്കി വെക്കാം. പിന്നീട് ചെയ്യേണ്ട കാര്യം, കൂൾ ഓഫ് ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഈ കൂൾ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം വായിക്കാൻ പറ്റിയ ഒരു ടൈമാണ്. അതിൽ നിങ്ങൾ ഏതെല്ലാമാണ് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഏതെല്ലാമാണ് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് കാറ്റഗറൈസ് ചെയ്യാം. അതിൽ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ ടൈം കൊടുക്കുക. അപ്പോൾ ഇത് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെ എഴുതാം എന്നുള്ളൊരു കേസിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? പിന്നീട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്, നന്നായിട്ട് എല്ലാം വായിക്കുക. ഇപ്പോൾ ബേസിക് സയൻസ് ആണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസുകളെല്ലാം വായിക്കുക. ഇതുപോലെ തന്നെ മാക്സിമം ടൈം എടുത്ത് കറക്റ്റ് ആയിട്ട് തന്നെ ബബിൾ ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് ബബിൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് ഉണ്ടാവുക. സോ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ തന്നെ ബബിൾ ചെയ്യാൻ നോക്കുക. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ എക്സാം പാർട്ട് നിങ്ങൾ ക്ലിയർ ചെയ്തു. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യമാകെ ഇത്രയേ ഉള്ളൂ, ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കാം. ഇനി കുറച്ച് ദിവസം കൂടി അല്ലേ നമ്മുടെ എക്സാമിനുള്ളൂ. മാക്സിമം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുക. അതുപോലെ സെൽഫ് കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ ചുറ്റും ഒരുപാട് പേരുണ്ടാവും, നടക്കത്തില്ല, നിന്നെ കൊണ്ടൊന്നും നടക്കത്തില്ല, ഇതൊന്നും പറ്റത്തില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട്. അവരുടെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ കൊണ്ട് പറ്റും, നമ്മളെ ബെസ്റ്റ് ആണെന്ന് നിങ്ങൾ കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ടൈമാണ് ഇപ്പോൾ ഉള്ളത്. സോ മക്കളെ, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക, നന്നായി തന്നെ പഠിക്കുക. ഹാർഡ് വർക്ക് മേക്ക് മാൻ പെർഫെക്റ്റ്, അല്ലെങ്കിൽ പ്രാക്ടീസ് മേക്ക് മാൻ പെർഫെക്റ്റ് എന്നാണ്. നമ്മുടെ ലൈവ് ക്ലാസ്സുകളും കോണ്ടന്റ് വീഡിയോസും എല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ പഠിക്കുക. സോ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ മക്കൾക്കും ഓൾ ദ വെരി ബെസ്റ്റ് ഡിയേഴ്സ്.